വൈസ്മെൻ ഇൻ്റർനാഷണൽ എന്ന ആലോക സന്നദ്ധ സംഘടനയുടെ വെസ്റ്റ് ഇന്ത്യ റീജിയൻ എന്ന് പറയുന്ന തൃശ്ശൂർ മുതൽ മംഗലാപുരം വരെ വരുന്ന ഏരിയയുടെ ഈ റീജിയനിലെ പ്രതിനിധികളാണ്. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ കോഴിക്കോട് നിന്നാണ്. നാളെ ഇവിടെ വെച്ച് ഞങ്ങളുടെ നടക്കുന്ന റീജിയണൽ ഡയറക്ടർ ടീമിൻ്റെ ഇൻസ്റ്റലേഷനോടനുബന്ധിച്ചുള്ള ഹോസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ട്രഷറർ വൈസ്മെൻ TM ജോസ് നിങ്ങളോട് സംസാരിക്കും. വൈസ്മെൻ ഇൻ്റർനാഷണൽ ഒരു സർവീസ് ഓർഗനൈസേഷനാണ്. ലയൺസ് ക്ലബ്ബ്, റോട്ടറി ഇൻ്റർനാഷണൽ ഇതുപോലൊക്കെ തന്നെ മറ്റൊരു സംഘടന. ഇത് 1922 ഫോം ചെയ്യപ്പെട്ടത്. ഇപ്പം 102 വർഷമായി. ഏതാണ്ട് 80 രാജ്യങ്ങളിലധികം സ്ഥലങ്ങളിൽ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിൽ ജനീവയിലാണ്. UN ഹെഡ് തൊട്ടടുത്ത് തന്നെയാണ്. ഈ സംഘടനയ്ക്ക് UN അംഗീകാരമുണ്ട്. UN സഹകരണത്തോടു കൂടിയാണ് വിവിധ ലോകരാജ്യങ്ങളിൽ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനൊരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഉണ്ട്. 8 ഏരിയകളാണ് ഇൻ്റർനാഷണലുള്ളത്. അതിലൊരു ഏരിയയാണ് ഇന്ത്യ ഏരിയ. ഇന്ത്യയും ഗൾഫ് കൺട്രീസും കൂടെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഇന്ത്യ ഏരിയ. ഇന്ത്യ ഏരിയ പ്രസിഡൻറ്റ് VS രാധാകൃഷ്ണനാണ്. അദ്ദേഹം പാലായിലാണ്. റീജിയണൽ 8 റീജിയനാണ് ഇന്ത്യയിലുള്ളത്. അതിലൊരു റീജിയനാണ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ. അതിൻ്റെ നിയുക്ത റീജിയണൽ ഡയറക്ടറാണ് വൈസ്മെൻ KM ഷാജി. അദ്ദേഹം കണ്ണൂരുകാരനാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയും ടീമംഗങ്ങളുടെ ഇൻസ്റ്റലേഷനാണ്, സ്ഥാനാരോപണമാണ് നാളെ ബിനാലെ ഹോട്ടലിൽ വെച്ച് നടത്തുന്നത്. ഇൻ്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ്റെ റീജിയണൽ ഡയറക്ടറായി ഞാൻ ചുമതലയേൽക്കുകയാണ്. തൃശ്ശൂർ കൊരട്ടി മുതൽ മംഗലാപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന 80ഓളം ക്ലബ്ബുകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സ്ഥാനമേൽക്കുന്നത്. 8 കോടിയോളം ക്ഷേമപ്രവർത്തനങ്ങൾ ഈ മേഖലകളിൽ, ഈ വെസ്റ്റ് ഇന്ത്യ റീജിയനിലെ എല്ലാ ക്ലബ്ബുകളിലും കൂടി നടത്താൻ വേണ്ടിയിട്ടാണ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡയാലിസിസ് രോഗികൾക്കുള്ള 100ഓളം കിറ്റുകൾ ഓരോ ക്ലബ്ബുകളിലും വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൃക്കരോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. 7 ഡിസ്ട്രിക്റ്റാണുള്ളത്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ വീടുകൾ നിർമ്മിച്ച് നൽകുക. മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കുക. വൃക്ഷത്തൈകളും പച്ചക്കറികളും നട്ട് പിടിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുക. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുക. ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. വനിതാ ശാക്തീകരണത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുമുള്ള പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുക. നല്ല രീതിയിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള, ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്കുള്ള പഠന സഹായം നൽകുക തുടങ്ങിയ ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഒരു വർഷക്കാലം വെസ്റ്റ് ഇന്ത്യ റീജിയനിലെ മുഴുവൻ ക്ലബിൻ്റെ പരിധികളിലും ഉള്ള സാധാരണ ജനങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് ശ്രീ ചാമിങ് ഷൻ അവറുകളാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഇൻ്റർനാഷണൽ ട്രഷറർ വൈസ്മാൻ TM ജോസ് അവറുകളാണ്. ഇൻ്റർനാഷണൽ പ്രസിഡന്റ് എലക്റ്റ് വൈസ്മാൻ ഷാനവാസ് ഖാൻ ആമുഖ പ്രഭാഷണവും മുൻ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് VS ബഷീർ അനുഗ്രഹ പ്രഭാഷണവും ഇൻ്റർനാഷണൽ സെക്രട്ടറി ജനറൽ ജോസ് വർഗീസ് മുഖ്യ പ്രഭാഷണവും നടത്തും. അതുപോലെ തന്നെ സമൂഹത്തിൽ സുത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുള്ള നിരവധി വ്യക്തികളെ ആദരിക്കുന്നത് DYSP SSB ശ്രീ TK രത്നകുമാർ അവറുകളാണ്. ആ ചടങ്ങിൽ വെച്ച് 3 ബിസിനസ് എക്സലൻസ് അവാർഡുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് നൽകുന്നത് ബിൽഡിംഗ് രംഗത്തെ പ്രാമുഖ്യം തെളിയിച്ചിട്ടുള്ള ശ്രീ ജസ്റ്റിൻ ജോസഫ്, അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് ഒട്ടനവധി ഫ്രീ ആയിട്ടുള്ള
പരിശീലനവും അതിനുള്ള അവയർനെസ്സും ഒക്കെ നൽകുന്ന ശ്രീ സുരേഷ് കുമാർ, അതുപോലെ ബിസിനസ് രംഗത്ത് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ചിട്ടുള്ള ശ്രീ അപ്പുമോൻ എന്നിവരെ ആ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാസ്റ്റ് ആർഡിമാർ ആയിട്ടുള്ള ആൾക്കാരെ അനുമോദിക്കുന്നതോടൊപ്പം മുഴുവൻ ക്ലബിലെ ഇവിടെ ഡിസ്ട്രിക്റ്റിലുള്ള ഡിസ്ട്രിക്ട് ഗവർണേഴ്സിനെയൊക്കെ ആ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ആദരിക്കുകയും നടത്തുന്ന ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം വെസ്റ്റ് ഇന്ത്യ റീജിയന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ്. ഒരു അംഗസംഖ്യയുള്ള ഒരു പ്രസ്ഥാനമാണ്. കണ്ണൂർ മേഖലയിൽ ആണ് അത് ഏറ്റവും കൂടുതലായി വ്യാപിച്ചു നിൽക്കുന്നത്. പിന്നെ കുറച്ച് നല്ല രീതിയിൽ ഈ ഏരിയയിൽ മൊത്തമായി കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെല്ലാവരെയും നാളത്തെ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബിനാലെ ഹോട്ടലിൽ വൈകിട്ട്